നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കനത്ത ചൂട് തുടരുകയാണ്. ഇതോടൊപ്പം മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ് അടക്കമുള്ള രോഗങ്ങളും പിടിമുറുക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം വളരെ വേഗം പടർന്നു പിടിക്കുന്നതാണ്. ശുചിത്വക്കുറവ് കൊണ്ട് പകരുന്ന രോഗം കൂടിയാണ് മഞ്ഞപ്പിത്തം. ഭക്ഷണത്തിലൂടെയും മലിനജലത്തിലൂടെയും എല്ലാം രോഗം പകരാം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പകരുന്നത് രക്തത്തിൽ കൂടിയും രക്തത്തിലെ ഘടകങ്ങളിൽ കൂടിയുമാണ്. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ: പനി, വിശപ്പില്ലായ്മ, ഓക്കാനവും ഛർദിയും, ശക്തമായ ക്ഷീണം, ദഹനക്കേട്, കണ്ണും നഖങ്ങളും മഞ്ഞ നിറത്തിലാകുക എന്നതാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഒപ്പം ഉന്മേഷക്കുറവ്, മലമൂത്രങ്ങൾക്ക് നിറവ്യത്യാസവും ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതും മറ്റു ചില ലക്ഷണങ്ങളാകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മഞ്ഞപ്പിത്തം വരാതെ നോക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം. വ്യക്തി ശുചിത്വമാണ് ഇതിൽ പ്രധാനം. പതിവായി പുറത്തുനിന്ന് ആഹാരം കഴിക്കേണ്ടി വരുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ചില മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ തയ്യാറാക്കുന്ന ശീതളപാനീയങ്ങൾ വാങ്ങി കുടിക്കാതിരിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണം ചൂടാക്കി മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയാക്കുക. ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയെടുത്ത് ഉപയോഗിക്കുക. കിണർ വെള്ളം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. ശുദ്ധജലത്തിൽ തയ്യാറാക്കിയ ഐസ് മാത്രം ഉപയോഗിക്കുക. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. വേനൽക്കാലത്ത് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ് ചിക്കൻ ബോക്സ്. അതിവേഗം പടരുന്ന രോഗം കൂടിയാണ് ചിക്കൻ ബോക്സ്. വെരിസെല്ല സോറ്റർ എന്ന വൈറസാണ് ചിക്കൻ ബോക്സ് പടർത്തുന്നത്. രോഗിയുടെ വായയിൽ നിന്നും മൂക്കിൽ നിന്നുള്ള സ്രവങ്ങളാണ് പ്രധാനമായും രോഗം പരത്തുക. കൂടാതെ സ്പർശനം മൂലവും ചുമയ്ക്കുമ്പോൾ പുറത്തു വരുന്ന ജലകണങ്ങൾ വഴിയും രോഗം പടരാം. ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങൾ: ക്ഷീണം, കടുത്ത പനി, തലവേദന, ശരീരവേദന, തൊലിപ്പുറത്തെ ചുവന്ന നിറത്തിലുള്ള കുമിളകൾ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. പനിക്കൊപ്പം ഛർദി, തലകറക്കം, വിശപ്പില്ലായ്മ, ശരീരത്തിൽ അസഹനീയമായ ചൊറിച്ചൽ തുടങ്ങിയവയും ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങളാണ്. ചൊറിച്ചൽ നിറഞ്ഞ തുടിപ്പുകളാണ് പിന്നീട് ദ്രാവക നിറഞ്ഞ കുമിളകളായി രൂപപ്പെടുന്നത്. കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് കുമിള പൊന്തി 6-10 ദിവസം വരെയും രോഗം പരത്തും. തുടക്കത്തിൽ മുഖത്തും പുറത്തും നെഞ്ചിലുമായിരിക്കും കുമിളകൾ പ്രത്യക്ഷപ്പെടുക. പിന്നീട് അത് ശരീരമാസകലം ബാധിക്കാം. അവ പിന്നീട് പൊറ്റകളായി മാറുകയും 7-10 ദിവസങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമാവുകയും ചെയ്യും. പൊറ്റകൾ ഉണ്ടാക്കുന്ന സമയം വരെ മാത്രമേ ഇത് മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. ചിക്കൻ ബോക്സ് വൈറസിന്റെ ഇൻക്യുബേഷൻ സമയം 10-21 ദിവസമാണ്. ചിക്കൻ ബോക്സ് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇളം ചൂടുവെള്ളത്തിൽ ദിവസവും കുളിക്കുക. ശരീരത്തിൽ ഉണ്ടാകുന്ന കുമിളകൾ തൊടുകയോ പൊട്ടിക്കുകയോ ചെയ്യരുത്. മതിയായ വിശ്രമം പ്രധാനമാണ്. രോഗം തുടങ്ങിയ ആദ്യ ദിനം മുതൽ കൃത്യമായ വിശ്രമ രീതി സ്വീകരിക്കണം. എളുപ്പത്തിൽ പകരുന്ന രോഗമായതുകൊണ്ട് രോഗികൾ, കുട്ടികൾ, ഗർഭിണികൾ, വൃദ്ധർ എന്നിവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. എണ്ണ, എരിവ്, പുളി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കുളിക്കുന്ന വെള്ളത്തിൽ ആര്യവേപ്പില ഇട്ട് തിളപ്പിക്കുന്നത് ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ശ്രദ്ധിക്കുക: മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക.